എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ ആരുടെ വണ്ടിയുടെ ഇത്? എന്റെ വണ്ടിയാ. ഇത് കൊണ്ട് എങ്ങോട്ട് പോവാ നീ? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലേക്ക് പോണം. ഇതും കൊണ്ടോ? സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ. നിനക്കറിയില്ല. ഞാൻ പറയുന്നത് ബോർഡ് വെച്ച് വന്ന മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക. അതെങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. എടാ രാവിലെ ചെക്കിംഗ് എന്ന് പറഞ്ഞോട് നിൽക്കണേ ചെരക്കാനാണെന്ന് വിചാരിച്ചോടാ. സാറേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക സാർ. ബോർഡും വെച്ചവന്റെ ആയുധം കൊടുത്തും എടുക്കാം. നിന്റെ പോലെ എടുക്കണം. സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഗോപി ആ വീഡിയോ സ്റ്റില്ലൊക്കെ എടുത്തോ സാർ. ആളുകളൊക്കെ അങ്ങോട്ട് ഒതുക്കി നിർത്ത്. ഹലോ എടാ മരവൂളെ വേട്ടാവളിയാ പാൽപേട മോറ ഷൂട്ടിങ്ങിന് വെച്ച പ്രോപ്പർട്ടീസ് ഉള്ള കാറുമായിട്ട് നീ എങ്ങോട്ടാണ് പോയത്? 10 മണിക്ക് മുമ്പ് ആ സാധനങ്ങളുമായിട്ട് ലൊക്കേഷനിൽ എത്തിയില്ലെങ്കിൽ ഡയറക്ടർ എന്നെ തെറി പറഞ്ഞു കൊല്ലും. സാറേ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ. എന്റെ അമ്മായിയുടെ മോനാ. നീ എപ്പോ വരൂന്ന് പറയണം. എന്താടാ മിണ്ടാത്തെ? സ്വഭാവം നീ അറിയാ. എന്താടാ? ഞാൻ CI ആണ് സംസാരിക്കുന്നത്. നീ CI ആണെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാണോ? കളിക്കല്ലേ. നീ എപ്പോ വരൂന്നൊന്ന് പറയടാ. ഒന്നുകൂടി നോക്കടോ. എന്ത് നോക്കാനാടാ കോപ്പേ? സാറേ ഇത് ഡമ്മിയാ സാറേ. ഡൽഹി ഫ്ലൈറ്റ് അയക്കേണ്ട കൊറിയർ 10 മണിക്കോ? താൻ എന്തീ പറയണേ? ഇപ്പൊ തന്നെ മണി 9:20. അത് സാറേ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. വെരി സോറി. അടുത്ത ഫ്ലൈറ്റിന് നമുക്ക് സാർ അരമണിക്കൂർ സമയമുണ്ടല്ലോ. സമയത്തിനായില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർ വിചാരിച്ച കണക്ക് ഞങ്ങൾ ഒരുപാട് ദൂരെ വരിക സാർ. പറ്റാത്തോണ്ടാ ദയവ് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. സാറേ ബുദ്ധിമുട്ടിക്കല്ല. എമർജൻസി കേസ് ആയതുകൊണ്ട് സാർ. നടക്കില്ലെന്ന് പറഞ്ഞു. നോ വേ, നോ വേ. 3 മണിക്ക് മുമ്പ് ഡൽഹിയിൽ എത്തിക്കണം സാർ. അതാ എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, പെട്ടെന്ന് അങ്ങോട്ട് എന്നൊരിക്കൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഹേയ് ഇറ്റ്സ് ഓൾ റൈറ്റ്. കൊറിയർ അത്ര എമർജൻസി ആണോ? അയ്യോ എമർജൻസി എന്നൊന്നും പറഞ്ഞാൽ പോരാ. അത്രയ്ക്ക് അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും ഒന്നും. സർ എനിക്കറിയാവുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനാണോ? സമയം 9:20. സർ പ്ലീസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. സർ പ്ലീസ് സർ. എന്താ ചെയ്യണ്ടേ സർ? നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന് ട്രൈ ചെയ്യൂ സർ പ്ലീസ്. ഇതില് അഡ്രസ് എഴുത്, വേഗം എഴുത്. നോക്കട്ടെ. ആന്റണിയോട് പറഞ്ഞാൽ മതി. ഓക്കെ സർ. വഴക്ക് കിട്ടും അത് ഉറപ്പാ. ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരി അത് പോയിക്കോളൂ. താങ്ക്സ്. എന്താ ആപ്ലിക്കേഷനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടട്ടെ. താങ്ക് യു. ഇനി ഇതേപോലെ ഒരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകണം. എന്നാ ഇനി ഒരു ചായ കുടിച്ചാലോ? നിർത്തി വന്നേ പെട്ടെന്നോ. ഇത് ആഘോഷമാണല്ലോ. ആഘോഷ് മേനോൻ സിനിമ നടൻ. ഒന്ന് പോയടാ. അതെ നിങ്ങൾ സിനിമാക്കാരൻ ആഘോഷ് മേനോനല്ലേ? ആടാ കണ്ടറിഞ്ഞൂടെ? അതേടാ ആഘോഷ് മേനോൻ തന്നെയാ.
ആഘോഷ് മേനോൻ തന്നെയല്ലേ? അതാ ആഘോഷ് മേനോനാണ്. എന്താ കുഴപ്പം? ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. സ്വസ്ഥമായിട്ട് വന്ന് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. അല്ല സാറേ, സാറിനോട് കണ്ടതുകൊണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്. സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് കണ്ടോ, നോക്ക്. നിങ്ങൾക്ക് ഇത് വെറും ഭക്ഷണ പൊതികളാണ്, ഇവർക്ക് നന്മ പൊതികളാണ്, സന്തോഷ പൊതികളാണ്. സാറേ, എന്നാലും ഈ വേഷത്തെ കണ്ടപ്പോ എടോ, ഈ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരൂ. സോറി സർ. ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത്. ഞാൻ സമ്മതിച്ചു, എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ്. പക്ഷെ എന്നിൽ നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. ബ്രദർ, നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല. ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ, പ്ലീസ്. ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് ചേട്ടാ, എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. സിനിമാ നടനും മനുഷ്യനാണ്, പ്ലീസ് പ്ലീസ്. സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കളക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നിങ്ങൾ 4 പേരുടെ പെർഫോമൻസ് പന്നിപ്പൊളിയായിരുന്നു. ഒരാളും നീ ഇങ്ങോട്ട് വാ. ഞാനെന്റെ റിംഗ് ടോൺ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും. സംഭവം ഇവന് ഇത്രയുള്ളെങ്കിലും ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞില്ല, ഏറ്റവും പുതിയ ഫോണ്. ഒരു സെക്കൻഡ്. ഹലോ ആഘോഷ്, കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ കേട്ടിട്ട് ഞാൻ വഴിയായി സാർ. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ പകുതി വായിച്ചു സാർ. സാർ ഇപ്പൊ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന കാരണം നമുക്ക് സൗത്ത് ഇന്ത്യ ആയിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാം സാർ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്പെൻഡ് ചെയ്തോളാം. ഡിമാൻഡ് ഒക്കെ നമ്മൾ ചെയ്യിക്കല്ലോ സാർ. ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാം, കൊടുക്കാം. വിളിക്കണ്ടായിരുന്നു. ശ്രീശാന്ത് ശ്രീ, നീ ബോളൊക്കെ മര്യാദയ്ക്ക് അറിയുന്നുണ്ടോ? എന്താ സാറേ പെട്ടിയൊക്കെ ആയിട്ട്? നമ്മുടെ ഓർമ്മകളാണ് ഇതൊക്കെ. ഇത് എൻ്റെ ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ്. ഞാൻ അവിടെ ഇരിക്കേ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച്, ക്യാമറ, മൊബൈൽ ഫോൺ, പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി ഗണേശൻ സാർ വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറ. എനിക്ക് ഈ സിനിമയോടുള്ളൊരു ഭ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു പോകേണ്ടൊരു നടനല്ലടാ. മേക്കപ്പ് മാനും 1-2 പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്കുണ്ടായിരുന്നു. 20 രൂപ കൊടുക്കേണ്ടടുത്ത് 25 രൂപ കൊടുക്കും. അത് നസീർ സാറിൻ്റെ പഠിച്ചൊരു ശീലമാണ്. സാർ എപ്പോഴും പറയും, നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നു. സാർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? നീ ഇവിടെ ബിവറേജസിൽ പോയിട്ടേ ഒരു ബോട്ടിൽ വാ. ആർക്ക്? എനിക്ക്. ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ. ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറെ കുടിച്ചത് തന്നെ. സാറേ, പ്രകാശ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനൊരു സഹായമായിട്ടാ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. വാങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല സാർ, സോറി. സാറ് പറഞ്ഞില്ലേ, കൂടെയുള്ളവർ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ എന്ന്. വെള്ളം അടിച്ച് നന്നായ ആരെ എനിക്കറിയില്ല. ഗിവ് ആൻഡ് ടേക്ക് തുടരുന്നു മിർച്ചി ആർജെനിൽജയോടൊപ്പം നമ്മുടെ പ്രിയ യുവതാരം ആഘോഷ് മേനൻ. സർ, തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ്. അതും ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. അതിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. അത് സാറിന് എത്രമാത്രം അഫക്ട് ചെയ്തു? അരികെ ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആക്ച്വലി
അതിൽ ഹീറോ ഞാനല്ല, സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ്. അതിന്റെ സംവിധായകൻ നല്ല ഒരു സമാന്തര സിനിമ എന്നെ അഭിനയിപ്പിച്ച് ന്യൂ ജനറേഷൻ സിനിമയാക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ അതിന് നിന്ന് കൊടുത്തു. പിന്നെ എല്ലാ സിനിമക്കും അതിൻ്റെതായ ഫേറ്റ് ഉണ്ട്. സാർ, എന്നാലും വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് വീണ് പോകുക എന്ന് പറഞ്ഞാല് വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ PT ഉഷ അടക്കം കാലുകെറ്റി മലന്നടിച്ച് വീഴുന്നില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളിപ്പതപ്പ് എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആണ്. ഇത് ആഘോഷിന്റെ ഇന്റർവ്യൂ അല്ലേ? ഹീസ് മാർക്കറ്റിംഗ് ഇറ്റ് വെരി വെൽ. വണ്ടി ഒന്ന് സൈഡ് ആക്കി. എക്സ്ക്യൂസ് മീ, നിമ്മിനൊന്ന് വിളിക്കാവോ? എടാ, ആ നിമ്മിനൊന്ന് വിളിക്കോ? മാം ഇരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആഘോഷ് മേനോൻ എന്നുള്ളൊരു പേര് മാറ്റത്തിന് പിന്നിൽ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളെ കുറിച്ച് പറയും. അതെ, ബോളിവുഡ്. എന്റെ ശരിക്കുള്ള പേര് ആഘോഷ് മേനോൻ തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ എന്റെ SSLC ബുക്ക് നോക്കിക്കോളൂ. ശരിക്കും അല്ലേ? അപ്പൊ കൃപേഷ് ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു സന്യാസിനെ പരിചയപ്പെട്ടു, വാരണാസി വെച്ചിട്ട്. അപ്പൊ പുള്ളിയാണ് കുറച്ച് കൃപയുള്ള പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃപേഷിന് പേരിട്ടു. ബ്ലഡി ഡോങ്കി ഇഡിയറ്റ്. അപ്പൊ പിന്നെ ഇപ്പൊ എന്തിനാ പേര് മാറ്റിയ? പുള്ളി കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വെച്ചിട്ട് ഓട്ടോ അടിച്ച് മരിച്ചു. ആ, ഗുരുവായൂർ എഡിഷനിലെ എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നല്ലോ. യു ആർ വെരി ഫണ്ണി സർ. ഫണ്ണിയോ? എന്ത് ഫണ്ണി? അതല്ല സർ. അല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ഫണ്ണിയാണോ? സോ സാഡ്, പത്തറ്റിക്. ചുമ്മാതല്ല ഇയാളെ നാട്ടുകാർ കബീഷ് എന്ന് വിളിക്കണം. 1000 പേരുകൾ പറഞ്ഞെടുത്ത നമ്മളിപ്പോ ആരായി? ബൈ. ബൈ സർ, താങ്ക് യു. എന്താ അല്ല, സാറിനോടൊന്നും പറയാൻ വന്നില്ലേ? വല്ല സെൽഫിയോ മറ്റോ എടുക്കാനായിരിക്കും. എടുത്തോളൂ, നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളാ. എടുത്തോളൂ. നല്ല സാറാ. ഞാനൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. അയ്യോ, ഇത് മോഹൻകുമാർ സാറിന്റെ മോളല്ലേ? ഏത് മോഹൻകുമാർ? സാറേ, സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ? അന്നൊരു സീക്കുട്ടിയെ തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ടാണോ ഒരു പരിചയമില്ലാത്ത പോലെ വടി ഒഴുകിയ വിളിക്കുന്നത്? അതെ. എന്താ കുട്ടി പടന്മാരെ പോലെ സാർ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കുമല്ലേ? അയ്യോ, എനിക്ക് ഒറ്റക്കാരി കൊടുത്തിട്ട് സങ്കടമുള്ളൂ. ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിനെ റെക്കമെൻഡ് ചെയ്യാം അല്ലേ? സാറ് വെറുതെ പറയത്തില്ല, റെക്കമെൻഡ് ചെയ്യും. എത്ര പേര് അതുപോലെ രക്ഷപ്പെടുത്തി. സോ നൈസ് മീറ്റിംഗ് യു. കൺവേ മൈ കണ്ടോളൻസസ് ടു യുവർ ഫാദർ. അതാണ് മതി. താങ്ക് യു. എന്റെയും കൂടി പറഞ്ഞേ കേട്ടോ. സാർ എന്നെ പിടുത്തോ സാറേ കയറി പിടിച്ച്? ആ പിടുത്തം ഇനി അങ്ങോട്ടൊന്ന് മുറുകെ പിടിച്ചൂടെ? മനസ്സിലായില്ല. കല്യാണം കഴിക്കാൻ പറ്റിയ കുട്ടിയാ സാർ. സാറ് വെറുതെ ആ ബ്രൈറ്റിയുടെ പുറകെ നടന്ന് സമയം കളയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്ക്. കാണാനും തിരക്കേടില്ലല്ലേ? തറവാടി, ഉഗ്രൻ. പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമാ നടന് കല്യാണം കഴിക്കാൻ. അപ്പൊ ഒരു വലിയ സിനിമാ ഫാമിലി ആവില്ലേ? ഞാൻ സംസാരിച്ചു പറഞ്ഞു. അയ്യോ വേണ്ട, ഇപ്പൊ കറക്റ്റാണ്. ലാസ്റ്റ് സാറ് ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ അവള് ഫ്ലാറ്റ് ആയിട്ടുണ്ടോ?